കണ്ണൂർ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറായുള്ള നിയമനം റദ്ദാക്കരുതെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പ്രിയ വർഗീസിന്റെ സത്യവാങ്മൂലം. സെലക്ഷൻ കമ്മിറ്റി തീരുമാനം റദ്ദാക്കിയില്ലെങ്കിലും യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് തന്റെ നിയമനമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. വിവരങ്ങളുമായി ആന്റണി ചേരുന്നു. ആന്റണി, എന്താണ് വിവരങ്ങൾ? ഹരിത, കണ്ണൂർ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറായുള്ള പ്രിയ വർഗീസിന്റെ നിയമനം ഹൈക്കോടതി നേരത്തെ ശരിവച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്ത് നേരത്തെ ഈ ഹൈക്കോടതിയിലെ ഹർജിക്കാരായ ആളുകൾ സുപ്രീം കോടതിയും സമീപിച്ചിരുന്നു. ഇപ്പോൾ ആ ഹർജിയുമായി ബന്ധപ്പെട്ടാണ് പ്രിയ വർഗീസ് ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രിയ പ്രധാനമായും പറയുന്നത് തന്റെ ഈ നിയമനം, അസോസിയേറ്റ് പ്രൊഫസറായുള്ള നിയമനം റദ്ദാക്കരുത് എന്നുള്ളതാണ്. UGC ചട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് റദ്ദാക്കാൻ കഴിയില്ല. സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം റദ്ദാക്കരുത്. ആ തീരുമാനം എടുത്തത് തന്റെ യോഗ്യതയുടെയും മെറിറ്റിന്റെയും അടിസ്ഥാനത്തിലാണ് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ഇക്കാര്യത്തിൽ പ്രിയ വർഗീസ് ഉയർത്തുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഇതുമായി ബന്ധപ്പെട്ടൊരു സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. അതിലും സത്യവാങ്മൂലത്തിൽ സംസ്ഥാന സർക്കാർ പിന്തുണയ്ക്കുകയാണ് പ്രിയ വർഗീസിനെ ചെയ്യുന്നത്. അതായത് ഈ ഡെപ്യൂട്ടേഷൻ നിയമനം എന്ന് പറയുന്നത് സർവ്വസാധാരണമായ കാര്യമാണ്. ഈ നിയമനത്തിന്, അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിന് ഈ അധ്യാപക പരിചയം മാത്രം പരിഗണിക്കരുത് എന്നൊരു ആവശ്യവും കൂടി സത്യവാങ്മൂലത്തിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല, ഈ NSS പ്രോഗ്രാം കോർഡിനേറ്റർ ആയിരുന്ന ആ കാലയളവ് കൂടി ഈ നിയമനത്തിൽ പരിഗണിക്കണം. അല്ലെങ്കിൽ അല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വ്യാപകമായ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യവും കൂടി ഈ ബില്ലിൽ, ഈ സത്യവാങ്മൂലത്തിൽ സർക്കാർ പറയുന്നുണ്ട്. ഏതായാലും UGCയുടെ ചട്ടങ്ങൾ ലംഘിച്ചാണ് നിയമനം എന്നുള്ളതാണ് പ്രധാനമായും ഹർജിക്കാരുടെ വാദം. അതായത് ഈ വേണ്ടത്ര, അതായത് ഈ അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിന് ആവശ്യമായ അധ്യാപക പരിചയം പ്രിയ വർഗീസിന് ഇല്ല എന്നുള്ളതാണ് പ്രധാനമായും ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് UGCയുടെ ചട്ടപ്രകാരം ഈ ഇത്ര വർഷം തന്നെ അധ്യാപക പരിചയം വേണം. അതിൽ ഈ ഡെപ്യൂട്ടേഷനിൽ ഈ NSSന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിരുന്ന കാലയളവടക്കം പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് UGCയുടെ ചട്ടത്തിലുള്ളത്. അപ്പോൾ ആ ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് ഹർജിക്കാർ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും അതിലാണ് ഇപ്പോൾ ഈ നിയമനം റദ്ദാക്കരുതെന്ന് ആവശ്യപ്പെട്ട് പ്രിയ വർഗീസ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ ഹർജികൾ അടുത്ത തിങ്കളാഴ്ച പരിഗണിക്കാനാണ് സാധ്യത. ഹരിത. ശരി, കണ്ണൂർ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറായുള്ള നിയമനം റദ്ദാക്കരുതെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പ്രിയ വർഗീസിന്റെ സത്യവാങ്മൂലം. സെലക്ഷൻ കമ്മിറ്റി തീരുമാനം റദ്ദാക്കാനായില്ലെങ്കിലും യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് തന്റെ നിയമനമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ആന്റണി.